ഷാസുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ, ഒരുപാട് റയറായിട്ടുള്ള അടിപൊളി ബിഗോണിയാസ് നമുക്കിപ്പോൾ സെയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. കുറച്ച് പുതിയ വെറൈറ്റി ഉണ്ട്, കുറച്ച് നോർമലായിട്ടുള്ള വെറൈറ്റി ഉണ്ട് കേട്ടോ. കുറേ കേളി വെറൈറ്റീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ലൈമറ്റൊക്കെ നല്ല രീതിയിൽ കൂളിംഗ് ആയി വന്നിട്ടുണ്ടല്ലോ, മഴയൊക്കെ പെയ്ത്. ഇപ്പോൾ തന്നെയാണ് നമുക്ക് ബിഗോണിയ പോട്ട് ചെയ്യാനും റീപോട്ട് ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ഒക്കെ പറ്റിയ സമയം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പ്ലാന്റുകളൊക്കെ മേടിച്ച് വെച്ചോളൂ. പിന്നെ കുറച്ചധികം നമുക്ക് മദർ പ്ലാന്റിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. കുറേ ആളുകളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട് മദർ പ്ലാന്റ് വേണമെന്ന്. പിന്നെ കുറച്ച് ചെറിയ പ്ലാന്റിൻ്റെ കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഏതൊക്കെ പ്ലാന്റുകളാണെന്നുള്ളതും അതിൻ്റെ കളറും സൈസൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. നല്ല അടിപൊളി കേളി വെറൈറ്റിയാണ്. ഞാൻ പറഞ്ഞല്ലേ, കുറച്ച് കൂടുതൽ നമുക്ക് കേളി വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് ജുറാസിക് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചെറിയ പ്ലാന്റാണ്, ഇനി വലിയ ബിഗ് ലീഫായിട്ട് വലിയ പ്ലാന്റ് ആവും കേട്ടോ ഇത്. അപ്പോഴാണ് ഇതിനകത്ത് നല്ല ഡാർക്ക് റോസ് ഇങ്ങനെ വരിക. പിന്നെ ഇതിൻ്റെ അറ്റഭാഗത്തൊക്കെ നല്ല റോസ് ഡോട്ട് വരും കേട്ടോ. അടിപൊളി പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളെ മദർ പ്ലാന്റിൻ്റെ സെക്ഷനിലുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇതാട്ടോ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ്. ഇതാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഇതിങ്ങനെ വലിയ ബിഗ് ലീഫ് ആകുന്നതല്ല, പറ്റ മിനിയേച്ചറുമല്ല, ഒരു മീഡിയം ടൈപ്പ് ലീഫ് വരുന്ന പ്ലാന്റാണ് കേട്ടോ. കണ്ടോ, ഭയങ്കര ഭംഗിയുള്ളതാണ്. സെമി കേളിയാണ് കേട്ടോ, ഭയങ്കരമായിട്ട് കേളിയാവില്ല, അങ്ങനത്തെ ഒരു സെമി ആയിട്ടുള്ള കേളിയാണ്. നല്ല കളർ കോമ്പിനേഷനാണ്. ഒരു ഡാർക്ക്, ഒരു ബ്രൗണും ഒരു സിൽവർ കളറും ഒരു ക്രീമും റോസും ഒക്കെ മിക്സഡായ ഒരു കളറാണ് കേട്ടോ. സൂപ്പർ പ്ലാന്റാണ്. ഇതുവരെ നമ്മൾ എവിടെയും കാണാത്ത പ്ലാന്റുകളാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളി റയർ വെറൈറ്റീസാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ, ഇതും മദർ പ്ലാന്റ് ആണ് കേട്ടോ. കുറച്ച് അത്യാവശ്യം ബുഷിയായ പ്ലാന്റ് തന്നെയാണ് അതും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്റ്. ഇതും നല്ല അടിപൊളി ഭംഗിയുള്ള പ്ലാന്റ് ആണ്. ഇതും അതുപോലെ തന്നെ കുറച്ച് മീഡിയം സൈസിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇതും ഒരു കേളി തന്നെയാണ്. ഇത് ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ്. ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഷെയ്ഡുള്ള ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. കുറച്ചും കൂടെ ഇളം വെയിൽ തട്ടുന്ന ഏരിയയിൽ വെക്കുമ്പോഴാണ് ഇതിലേക്ക് നല്ല കളർ കയറി വരിക കേട്ടോ. സൂപ്പർ ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ മൂന്നാമത്തെ പ്ലാന്റും. ഇതാണ് നമ്മുടെ നാലാമത്തെ പ്ലാന്റ് കേട്ടോ. ഇത് എന്താ പറഞ്ഞാൽ നല്ല മജന്ത കളറാണ് കേട്ടോ. കളറ് കയറി വരും. ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതൊന്നുമല്ല, നല്ല മജന്തയും ഒരു സിൽവർ കളറും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ ലീഫിന് കുറച്ചും കൂടെ അങ്ങനെ നീളമാണ് കേട്ടോ. ഇത് മദർ പ്ലാന്റ് തന്നെയാണ്, ബുഷിയായ പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ പ്ലാന്റ്. ഇത് കുറച്ച് വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു ലാവണ്ടർ കളറാണ് കേട്ടോ ഇതിന് കയറി വരിക. ഒരു പ്രത്യേക ഭംഗിയുള്ള പ്ലാന്റാണ്, അങ്ങനെ വലിയ പ്ലാന്റാണ് കേട്ടോ. അത്യാവശ്യം നല്ല ലീഫൊക്കെ നല്ല വലിപ്പം വെക്കുന്ന ബുഷിയായ പ്ലാന്റാണ് കേട്ടോ ഇത് അഞ്ചാമത്തെ പ്ലാന്റ്. ഇതാട്ടോ നമ്മുടെ ആറാമത്തെ പ്ലാന്റ്. സൂപ്പർ റയറായിട്ടുള്ള പ്ലാന്റാണ്, നല്ല കേളിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഒറ്റൊന്നേ ഉള്ളൂ മദർ, പക്ഷേ മീഡിയം സൈസുള്ള പ്ലാന്റ് കുറച്ച് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നല്ല കേളിയായിട്ടുള്ളതാണ്. ഡാർക്ക് കരുമ്പച്ചയും നല്ല വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റാണ് കേട്ടോ. ഇത് നല്ല ലീഫ് ബിഗ് ആകുന്നതാണ്. പോട്ട് നിറയെ ബുഷായിട്ട് വരുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഏഴാമത്തെ പ്ലാന്റ്. ബ്ലാക്ക് മാംബയാണ് കേട്ടോ. ബ്ലാക്ക് മാംബ അത്യാവശ്യം വലിയ പ്ലാന്റാണ്. അപ്പോൾ ഇത് മദർ പ്ലാന്റാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇതിൻ്റെ ലീഫിനൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പം വന്നിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ നമ്മുടെ എട്ടാമത്തെ പ്ലാന്റ്. ഒരു ബ്ലാക്കും ഒരു ബ്രൗണും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ, പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്താണ് കേട്ടോ. ലീഫൊക്കെ നല്ല രീതിയിൽ വലിപ്പം വയ്ക്കുന്ന പ്ലാന്റാണിത്. ഇത് നമ്മുടെ ഒമ്പതാമത്തെ പ്ലാന്റാണ് കേട്ടോ. ഇത് കുറച്ച് മുന്നേ നമ്മുടെ കയ്യിലുണ്ടായതാണ്, പക്ഷെ നല്ല ഭംഗി വരുന്ന പ്ലാന്റാണ്. ലീഫ് നല്ല രീതിയിൽ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വലിയ ബിഗ് ലീഫ് ആവുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പത്താമത്തെ പ്ലാന്റ്. ഈ പ്ലാന്റ് പ്രത്യേകത കണ്ടില്ല നിങ്ങൾ, രണ്ട് ഭാഗത്താട്ടോ ഇതിൻ്റെ കേളി വരുന്നത്. രണ്ട് ഭാഗം ഇങ്ങനെ ചുളിവായിട്ടാട്ടോ വരുന്നത്. സൂപ്പർ പ്ലാന്റ് ആട്ടോ, ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റുകളൊക്കെ ഓരോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ 11ാമത്തെ പ്ലാന്റ്. ഇതാണ് നല്ല സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് നമ്മുടെ റെഡ് കിസ്സാണ്, നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെ നമ്മുടെ ആദ്യം ഓൺലൈൻ സെയിലുണ്ടായിരുന്നു, പക്ഷേ എത്രതായാലും ഇതിൻ്റെ ഭംഗി നഷ്ടപ്പെടില്ല കേട്ടോ. ഇനിയും ചുവപ്പും റെഡും കളറും നല്ല കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഇളം വെയിൽ തട്ടുന്ന ഏരിയയിൽ വെക്കുമ്പോഴാണ് ഈ റെഡ് കളറ് നന്നായിട്ട് കയറി വരിക കേട്ടോ. ഇതാണ് നമ്മുടെ 11ാമത്തെ പ്ലാന്റ്. ഇതാട്ടോ നമ്മുടെ 12ാമത്തെ പ്ലാന്റ്. ഇത് കുറച്ച് പുതിയ വെറൈറ്റിയാണ്. നല്ല പോട്ട് ബുഷാണ്, പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ആകുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ മദർ പ്ലാന്റുകളാണ്.
ഇത് നമ്മുടെ 13ാമത്തെ പ്ലാന്റ് ആട്ടോ. ഭയങ്കര ഭംഗിയാട്ടോ ഇതിൻ്റെ ലീഫ് കാണാൻ. നല്ല ഒരു ഗ്രീൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് കലർന്ന ഗ്രീനിഷ് ആട്ടോ. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും ഒക്കെ കളർ കോമ്പിനേഷൻ വന്ന് ഒരു പ്രത്യേക ഷേപ്പുള്ള അടിപൊളി പ്ലാന്റ് ആണ്. പക്ഷേ ഇത് പോട്ട് നല്ല ബുഷായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 14ാമത്തെ പ്ലാന്റ്. പുതിയ റെയർ പ്ലാന്റ് ആണ്. ഭയങ്കര ഷൈനിങ് ആട്ടോ ഇതിൻ്റെ ലീഫിന്. ഇതിലേക്ക് ഡോട്ട് ഇങ്ങനെ വരും. പക്ഷേ ഭയങ്കര ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റ് ആണ്. പെട്ടെന്ന് ബുഷ് ആകുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇതും 14ാമത്തെ പ്ലാന്റ്. ഇത് നമ്മുടെ 15ാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ. ക്രിസ്മസ് പ്ലാന്റ് ആണ്. നല്ല ബുഷിയായ വലിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതിലേക്ക് ഇനി നല്ല അടിപൊളി കളർ കയറി വരും കേട്ടോ. ഇതിൻ്റെ ഭംഗി ശരിക്കും ഇതിനകത്ത് അറിയുന്നില്ല. ഇനി നമ്മൾ വലിയ പോട്ടിലേക്കൊക്കെ നട്ടതായി കഴിയുമ്പോഴാണ് നല്ല കളർ കയറി വരാം കേട്ടോ. അതാണ് 15ാമത്തെ പ്ലാന്റ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 16ാമത്തെ പ്ലാന്റ്. ഇത് കുറച്ച് മുന്നേ നമ്മുടെ ഓൺലൈൻ സെയിലുണ്ടായിരുന്നു. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ബ്ലാക്ക് കളറാണ്, എന്നിട്ട് നല്ല റെഡ് കളർ കേട്ടോ. ഇതുപോലെ ആയിരിക്കും മെച്ചേർഡ് ആയി കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല റെഡ് കളർ, ഈ റെഡ് കളർ എല്ലാത്തിലേക്കും കയറി വരും. അപ്പോൾ ബ്ലാക്കും റെഡും നല്ല കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഇത്. നമ്മുടെ 17ാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, നല്ല നാരോ ലീഫാണ്. ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ ഇതായിട്ടായിരിക്കും കേട്ടോ കാണാൻ. മിനിയേച്ചർ ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മദർ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീഫ് കുറച്ച് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. മിനിയേച്ചറായിട്ട് ബുഷായി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഒരു മാർബിൾ പോലത്തെ റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും. ഇവിടെ 18ാമത്തെ പ്ലാന്റ് ആട്ടോ. റെക്സ് ജൈവാണത്. ഇത് നല്ല കേളിയായിട്ട് നല്ല യെല്ലോഷ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പിന്നെ നമുക്ക് മദർ പ്ലാന്റ് ഒറ്റ ഒന്നേ ഉള്ളൂ, പക്ഷേ ചെറിയ പ്ലാന്റുകൾ കുറേ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 18ാമത്തെ പ്ലാന്റ്. ഇതറിയാമല്ലോ നിങ്ങൾക്ക്, ഇങ്ങനെ ഡോർഫ് വെറൈറ്റി ആയിരിക്കും. ഹൈറ്റ് വെക്കാതെ പോട്ടിൽ ബുഷായി വരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മളൊരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര കളർ കോമ്പിനേഷനായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ ഇത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 19ാമത്തെ പ്ലാന്റ്. റെഡ് ബുള്ളാണ്. നല്ല റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ മുന്നൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്ലാന്റുകൾ അധികം ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് കുറച്ച് റെഡി ആയതാണ് കേട്ടോ. റെഡ് ബുള്ളാണ്. ഇനി നിറയെ തൈകൾ വന്ന് ബുഷിയാവും, നിറയെ റെഡ് കളറും വരും കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ 20ാമത്തെ പ്ലാന്റ്. ഇതാണ് നല്ല ഗ്രീനും ഒരു സിൽവർ കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റാണ്. പക്ഷേ നല്ല ബിഗ് ലീഫാകുന്ന നല്ല അടിപൊളി കേളിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ 20ാമത്തെ പ്ലാന്റ് ഇത്. ഇതാണ് നമ്മുടെ 21ാമത്തെ പ്ലാന്റ്. ഇത് നല്ല അടിപൊളി റെയറാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക, ഇതൊന്നുമല്ല, ഇതിൻ്റെ ലീഫിൻ്റെ വലിപ്പം ഇത്രയും വലിയ വലിപ്പം വരും കേട്ടോ. നമ്മളെ മാഗ്നിഫിക്കം അത് അറിയില്ല, അത്രയും വലിയ വലിപ്പം വരുന്ന ലീഫാണ്. ഭയങ്കര ഷൈനിങ് ആട്ടോ ഇതിൻ്റെ ലീഫ് കാണാം. നല്ലൊരു ഗ്രേപ്സിൻ്റെ കളറാകും കേട്ടോ. പുതിയ തളിരിലകൾക്ക് കണ്ടില്ലേ, തളിരിലകൾക്ക് നല്ല ഡാർക്ക് കളറും പിന്നെ മെച്ചേർഡായി കഴിയുന്ന ലീഫുകൾക്ക് ഇങ്ങനെ ഒരു ഗ്രീനിഷ് കളറിലേക്ക് മാറിപ്പോവും. തണ്ടൊക്കെ നല്ല കട്ടിയാവും കേട്ടോ. നല്ല വലുപ്പമായിട്ട് ഇതിൻ്റെ ഒരു 4 പോട്ട് വെച്ചാൽ തന്നെ നമ്മളൊരു ഏരിയ ഫുൾ കവറാവും കേട്ടോ. അങ്ങനത്തെ പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ കണ്ടില്ലേ, എല്ലാവർക്കും ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വേണ്ടവരൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ നമ്പർ ഇതാ ഞാനിൽ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇൻഷാ അല്ലാഹ് വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ ബൈ.